ഇന്നലെ 3 മണിക്കൂറോളം നേരമാണ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് NH-66 റിവ്യൂ നടത്തിയിട്ടുള്ളത്. ആ റിവ്യൂവിൽ വന്നിട്ടുള്ള പ്രോഗ്രസ്സും അതുപോലെ തന്നെ പുരോഗതി പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്ന് ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തിരുന്നു. പൊതുവെ 2025 ഡിസംബറോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി NH-66 യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതി ഒരു സമയത്ത് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, നിങ്ങൾക്കറിയാം. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും അതിന് പണം നൽകേണ്ടതാണ്. പണം നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തി. ദേശീയപാത വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത്. 5580 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. പിന്നെ അതിന്റെ പ്രവൃത്തി പുരോഗതി ഈ ഗവൺമെന്റ് 2021 മെയ് 20 അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി. ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം, അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അല്ലാതെയും റിവ്യൂ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ ഇപ്പോൾ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയുമുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പൊതുവെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെങ്ങളിൽ നിന്നും നീലേശ്വരത്തിലേക്കുള്ള പ്രവൃത്തിയുടെ പുരോഗതി 58% കഴിഞ്ഞിരിക്കുകയാണ്. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ളതിൻ്റെ പ്രവൃത്തി 50% പൂർത്തീകരിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ളതിൻ്റെ പ്രവൃത്തി 58% പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ സ്ട്രെച്ചിൻ്റെയാണ് ഞാൻ പറയുന്നത്. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ളതിൻ്റെ പ്രവൃത്തി 45% പൂർത്തീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബൈപ്പാസ്, അതായത് വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 76% പൂർത്തീകരിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ഇതിന് വലിയ നിലയിലേക്കുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും. ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തുറവൂർ മുതൽ പറവൂർ വരെ ആണ് ഇപ്പോൾ 27% പൂർത്തീകരിച്ചത്. കൊല്ലം ബൈപ്പാസും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി തലപ്പാടി മുതൽ ചങ്ങള വരെ ഞാൻ ഓരോ ഡിലേ ഇതിൻ്റെ ഇത് വെച്ചിട്ട് 74% പൂർത്തീകരിച്ചു. രാമനാട്ടുകര മുതൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വരെ 80% പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പിരിക്കാട് വരെ 82% പൂർത്തീകരിക്കപ്പെട്ടു. കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെ 49% പൂർത്തീകരിക്കപ്പെട്ടു. തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ 43% പൂർത്തീകരിക്കപ്പെട്ടു. പറവൂർ മുതൽ കോട്ടുകുളങ്ങര വരെ 44%, കൊല്ലം ബൈപ്പാസ് കടമ്പാട്ടുകോണം വരെ 50%, കടമ്പാട്ടുകാണം മുതൽ കഴക്കൂട്ടം വരെ 36%. ഇങ്ങനെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറെക്കുറെ നമുക്ക് 2025 മെയ് മാസം ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാനാവും. ബാക്കിയുള്ളത് 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും. എന്തായാലും മുടങ്ങിപ്പോയൊരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് പൊതുവെ ഇന്നത്തെ മീറ്റിങ്ങോടുകൂടി പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നൊരു കാര്യം. ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും യോജിച്ചു നിന്ന് നടത്തിയ ഒരു എഫേർട്ടാണ് ഇതിൻ്റെ വലിയ വിജയത്തിൻ്റെ കാരണം എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനം കേരളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ്, ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ വീതിയുള്ള റോഡ് നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പത്തിൽ പറ്റില്ല. കാരണം റോഡ് വീതി കൂട്ടാനോ പുതിയ റോഡ് ഉണ്ടാക്കാനോ ഭൂമി അവിടെ കിട്ടാനില്ല. എല്ലായിടത്തും വീടുകളാണ്, കെട്ടിടങ്ങളാണ്. അത് പൊളിച്ചു മാറ്റൽ എളുപ്പമല്ല. ഇനി അത് പൊളിച്ചാൽ തന്നെ അവരെ വേറെ സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. ഇപ്പോൾ വലിയ തുക ഭൂമി ഏറ്റെടുക്കൽ നൽകേണ്ട സ്ഥിതിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാവിയിൽ കേരളം കടുത്ത ഗതാഗതക്കുരുക്കിന് വിധേയമാകേണ്ട സ്ഥിതി വരും. ജനങ്ങൾ ഗതാഗതക്കുരുക്ക് അനുഭവിച്ച് വീർപ്പ് മുട്ടുന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഒരു 20 കൊല്ലം അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് ഒരു 2044 വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേയേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പൊതുവെ വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ അദ്ദേഹം അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ കാണുകയും അതിനെ പിന്തുണക്കുന്ന ഒരു നിലയും പൊതുവെ ഉണ്ടായിട്ടുണ്ട്.